എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇതേ ദിവസം ഇതേപോലെ നല്ല ആശ്ചര്യമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഞാനത് പറയാം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. കോട്ടയത്ത് ഇന്ന് മഴ പെയ്യാൻ പോവുകയാണ്. പൃഥ്വിരാജിന്റെ പടത്തിൽ നിന്ന് ഒരു പുതിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ അജിത, മലയാളം FM. എന്താടി പറ്റിയേ? എന്താ പറ്റിയേ? എഴുന്നേക്കടി, എഴുന്നേക്ക, കണ്ണു തുറന്ന് നോക്ക്, എന്നെ നോക്കടി, നോക്കടി, നോക്ക്. നവി, നവി, സോറിടി, സോറിടി. നവി എഴുന്നേൽക്ക. നർമ്മദ, സ്നേഹം കാണിക്കാൻ അറിയാതെ ഞാൻ തന്നെ നിന്നെ കൊന്നോ? ഞാൻ അവളെ കൊന്ന്. ആ മൊബൈൽ ഞാൻ പൊട്ടിക്കാതിരുന്നായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടാവായിരുന്നു. ഇനി എനിക്ക് അവളെ കാണാൻ കഴിയില്ല അല്ലേ? ഞാനാ സാർ അവളെ കൊന്ന്, ഞാൻ അവളെ കൊന്നത്, ഞാനാ കൊന്ന്. വഴക്കൂടാൻ പാടില്ലായിരുന്നു. നിങ്ങൾ മോശം വാക്കുകൾ യൂസ് ചെയ്യാറുണ്ടോ? മോശം വാക്കുകൾ അറിയില്ല മാഡം, എനിക്കറിയില്ല. ഒരുമിച്ച് താമസിച്ച് എത്ര ദിവസമായി? 4 വർഷമായിട്ട് അറിയാം. 6 മാസം മാത്രമാണ് ഒന്നിച്ചിരുന്ന്. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? അവളുടെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റാ മാഡം. ഞാനാണെങ്കിൽ അവളെ പോലെയല്ല. പൈസ, ചുറ്റുപാട്, അന്തസ്സ് എല്ലാം കുറവായിരുന്നു എനിക്ക്. സ്വന്തമായിട്ട് ഒരു ഫാർമ കമ്പനി തുടങ്ങാമെന്ന് വിചാരിച്ചതാ. കയ്യിൽ കാശുണ്ടായിരുന്നില്ല. സെറ്റിലായിട്ട് പോയി പെണ്ണ് ചോദിക്കാന്ന് വിചാരിച്ചതാ. ഇപ്പൊ അവളില്ല. അവള് മനസ്സിലാക്കില്ല മാഡം, അവള് മനസ്സിലാക്കില്ല. ഞാൻ കാരണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അയാളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്ന്? എന്നാ ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവൈലബിൾ ആയിരിക്കണം. ആ ക്യാമറ ഓഫ് ചെയ്ത്. എന്താണ് നിന്റെ പ്രശ്നം? നമുക്ക് പോവാം. എന്തേ, ബിസ്ക്കറ്റ് തീർന്നുകൊണ്ടാണോ? നീ എന്തുകൊണ്ടാ ഇൻട്രസ്റ്റ് കാണിക്കാത്തെന്ന് എനിക്കറിയാം. അഗ്നി,
കോപ്പ്. അഗ്നി, നിന്റെ പ്രശ്നം നിക്ടോഫോബിയ അല്ല, ബ്ലെസ്സിയാ. അതെ, ബ്ലസ് തന്നെ. ശരി, സോറി. ഓക്കേ സർ. നീ നിന്നെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുക. മറക്കണമെന്ന് വിചാരിക്കുന്ന ഓരോ തവണയും നീ അവളെ തന്നെയാ ഓർക്കുന്നത്. എല്ലാ മാറ്റത്തിനും ഒരു തുടക്കമുണ്ട്. അതെന്തുകൊണ്ട് ഇതായിരിക്കാൻ പാടില്ല? എന്നെ എന്തിനെങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? നമ്മളെ സ്നേഹിക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് അവരുടെ മെമ്മറി അവോയ്ഡ് എന്ന് വിചാരിക്കാം. സോ പ്ലീസ്, അവളുടെ കാര്യം പറയണ്ട. സാർ, ഒന്ന് മിണ്ടായിരിക്കടോ, സാറ് വരുന്നുണ്ട്. സാറേ, നമസ്കാരം സാറേ. ഇങ്ങനെ എന്തിനാ വിളിച്ചു വരുത്തി? സാറേ, ഇയാള് തന്നെ ഇങ്ങോട്ട് വന്നത്. കുടിക്കാൻ എന്തെങ്കിലും കൂടെ ഇരിക്കാൻ പറയും. ഒന്ന് കരയാതെ ഇരിക്കടോ, സാറ് വന്നില്ലേ, എല്ലാം കണ്ടുപിടിക്കും. പ്രിയയുടെ അച്ഛൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് മാഡം. കൊലയാളി ആരാന്നറിയാതെ പോയില്ല അത്രേ. നിങ്ങളൊന്ന് സംസാരിച്ചാൽ ശരിയാവും മാഡം. ശരി മാഡം. ഞാൻ സംസാരിക്കട്ടെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ കേസ് മാത്രം ഒന്ന് സോൾവ് ചെയ്യ്. അയാള് പാവല്ലേ. ദേ, നീ ഹാൻഡിൽ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. ഇപ്പൊ എന്താ ഈ കേസിൽ പുതിയ കൺഫ്യൂഷൻ? ഇനിയും ആ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചില്ലേ? അയാൾ ചെയ്ത കുറ്റത്തിന് അമ്മയെ പറയണോ? ക്ലൂ ഒന്നും കിട്ടിയില്ലേ? അതൊക്കെ കിട്ടിയടാ. അക്യൂസിനെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ശരി. പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ആ പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എൻകൗണ്ടറിൽ മരിച്ചുപോയി. പക്ഷേ എവിഡൻസ് ഫോറൻസിക് റിപ്പോർട്ടൊക്കെ അവൻ തന്നെയാ കാണിക്കുന്നത്. ആ പെണ്ണിന്റെ സ്വർണത്തിന്റെ മേൽ പതിഞ്ഞിരുന്ന ഫ്ലഷും പിന്നെ സീമൻ ടെസ്റ്റിലൊക്കെ അവന്റെ DNA ഉള്ളത്. ഇപ്പൊ എനിക്ക് ഈ കേസിൽ സ്ട്രേഞ്ച് ആയി തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാ 3 ആഴ്ചകൾക്ക് മുമ്പ് മരിച്ച ആൾക്ക് എങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്ന് കൊല്ലാൻ പറ്റും? ഒന്നെങ്കിൽ അവൻ പ്രേതമായിരിക്കണം, അല്ലെങ്കിൽ ഈ ടൈം മെഷീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും ആയിരിക്കണം. ഈ കൊടുങ്കാറ്റ് അടിച്ചപ്പോ 10 ദിവസം കറണ്ട് ഇല്ലായിരുന്നല്ലേ? നല്ല തമാശ. ഒന്ന് കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ലിസൺ, ആ മുറി ഒരു ഫ്രീസർ ആണെന്ന് കരുതിക്കും. 3 ആഴ്ചയ്ക്ക് മുമ്പ് ആ പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് ആ ഫ്രിഡ്ജ് പോലെയുള്ള മുറിയിൽ സൂക്ഷിച്ചിരിക്കണം. 10 ദിവസം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സോ ഐസ് മെൽറ്റ് ആയി ബോഡി പുറത്തു വന്നായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ സ്മെല്ല് ഉണ്ടായത്. കൂടാതെ ഫിംഗർ നൈൽസിൽ ഉണ്ടായിരുന്ന ഫ്ലഷും പ്രിസർവ്ഡ് ആയത്. അവൻ തന്നെ അക്യൂസ്ഡ്. നീ ഇത് കേസ് റിപ്പോർട്ടിൽ എഴുതി ഫയൽ ക്ലോസ് ചെയ്യാൻ നോക്ക്. കൊല ചെയ്തത് ആരാണെന്ന് പ്രിയയുടെ അച്ഛനോട് പറയും. അതുകൊണ്ട് അയ്യോ